ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൊബൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നാളെ, അതായത് ഒക്ടോബർ 30 വരാൻ പോകുന്ന മൊബൈലിൻ്റെ 40 വീക്ക് 2ഉം അതുപോലെ നാളത്തോടെ പോകാൻ പോകുന്ന ഇവൻറ്റ്സുകളൊക്കെയാണ്. നാളത്തോടെ ടീം ഓഫ് ദി വീക്ക് ഈ ആഴ്ചക്ക് നാളത്തോടെ കഴിയും. ഒരു പുതിയ ടീം ഓഫ് ദി വീക്ക് നാളെ തുടങ്ങും. അപ്പം അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഐക്കോണിക്കും ഹീറോയ്സും ഐക്കാണ്ടുള്ള ഒരു ടീം വെച്ച് നമ്മൾ മാച്ച് കളിച്ചാൽ നമ്മൾ ആ ടീം വെച്ച് ഒരു മാച്ച് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പം നാളെ വരാൻ പോകുന്ന പ്ലെയേഴ്സ് ഇതൊക്കെയാണ്. ഇത് മൊബൈൽ ഒഫീഷ്യലായി വിട്ടതാണ്. 111 റൈറ്റിംഗ് ഉള്ള കാനു, 112 റൈറ്റിംഗ് ഉള്ള CB കിങ്, 112 റൈറ്റിംഗ് ഉള്ള CDM മാത്തയുഡി, 113 റൈറ്റിംഗ് ഉള്ള GK സുസ്മൈൽ, 113 റൈറ്റിംഗ് ഉള്ള CM ഗുള്ളിച്ച്, 113 റൈറ്റിംഗ് ഉള്ള നെസ്റ്റ, 113 റൈറ്റിംഗ് ഉള്ള ഡാൾകിഷ്. ഇവരൊക്കെയാണ് നാളെ വരാൻ പോകുന്ന പ്ലെയേഴ്സ് ഫുട്വേഴ്സിൻ്റെ വീക്ക് 2. പിന്നെ ഇതിന് പോലെ വേറെ പ്ലെയേഴ്സും വരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് വരാൻ പോകുന്ന പ്ലെയേഴ്സ്. അതുപോലെ FC ഒഫീഷ്യലായി അയച്ച പ്ലെയേഴ്സും ഇതാണ്. അപ്പം ഈ പ്ലെയേഴ്സ് എനിക്ക് നാളെ വരിക. ഇനിയും കുറച്ചുകൂടി പ്ലെയേഴ്സ് ഇതിലൂടെ വരാനുണ്ട്. അത് 110 ആയിട്ടാണ് വരാൻ, 111. പിന്നെ ഷേപ്പ് ഷിഫ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സ് നാളെ ഉണ്ടോയെന്ന് അറിയില്ല. മോർബോവേഴ്സിൻ്റെ പ്ലെയേഴ്സ് നാളെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിനി പിന്നെ നാളെ ബുള്ളിറ്റിൻ ഇപ്പോൾ ബെക്കാമിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ബെക്ക് വേഴ്സ് ആണ്. അതേപോലെ ബുള്ളിറ്റ് വേഴ്സ് ഒക്കെ നാളെ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. അത് അത്ര ഉറപ്പില്ല നമുക്ക്. പിന്നെ നമുക്ക് അസാഡിൻ്റെ കാർഡ്, പിന്നെ സെസ്വെഞ്ചറിൻ്റെ കാർഡ്, ഇവർ രണ്ടാളും കാർഡ് നമുക്ക് ഈ നാളത്തെ വീക്കിലോ അല്ലെങ്കിൽ 3rd വീക്കിലോ അല്ലെങ്കിൽ 4th വീക്കിലോ പ്രതീക്ഷിക്കാം. നാളത്തെ വീക്ക് എന്തായാലും ഇവർ രണ്ടാളും പ്രതീക്ഷിക്കേണ്ട മിക്കവാറും. അപ്പോൾ 3rd വീക്കിലോ 4th വീക്കിലോ ഇവർ രണ്ടാളും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇവരൊക്കെയാണ് വരാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ്. പിന്നെ ഫസ്റ്റ് കാണിച്ച ഒഫീഷ്യലായി വരുന്ന പ്ലേയേഴ്സ് ഇവർ രണ്ടുപേരും ചിലപ്പോൾ വരുന്നുണ്ടെങ്കിൽ ഒരാൾ വരുവേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നമുക്ക് FC മൊബൈലിൻ്റെ ടീം ഓഫ് ദി വീക്കിലുള്ള പ്ലെയേഴ്സ് ഏതൊക്കെ ഇന്ന് കഴിയാൻ പോകുന്നു. നാളെ പുതിയതായിട്ട് വരിക പ്ലെയേഴ്സ്. ചിലവിൽ ഈ വീക്കിലുള്ളവരും ചിലവിൽ അടുത്ത വീക്ക് വരാൻ സാധ്യതയുണ്ട്. ടീം ഓഫ് ദി വീക്ക് പ്ലെയേഴ്സും കൂടെ നോക്കാം. നാളെ വരാൻ സാധ്യതയുള്ള പ്ലെയേഴ്സ് അല്ല, ഇനി കഴിയാൻ പോകുന്ന പ്ലെയേഴ്സ് ഏറ്റവും മികച്ച പ്ലെയേഴ്സിനൊക്കെ പറഞ്ഞുതരാം. അതിൽ അപ്പോൾ ഈ ടീം ഓഫ് ദി വീക്ക് എൽ ക്ലാസിക്കോന് ബന്ധപ്പെട്ടൊരു ടീം ഓഫ് ദി വീക്കാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം 2 പേരെ എക്സ്ചേഞ്ച് അടിക്കാം. ഇനി വരെ 2 പേരെ എക്സ്ചേഞ്ച് അടിക്കാം. അല്ല, ഇത് കഴിഞ്ഞിട്ടുണ്ട് എക്സ്ചേഞ്ച്. ഇത് നിങ്ങൾക്ക് 26 തീയതി വരെയുള്ളതായിരുന്നു. ഈ എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഈ പ്ലെയേഴ്സിന് എന്നും കൂടി അവൈലബിൾ ആയത് 108ൻ്റെ മാഗ്യുവർ ഉണ്ട് സെൻറ്റർ ബാക്ക്, 108ൻ്റെ സ്ട്രൈക്കർ അറാഹു, 108ൻ്റെ ST മാറ്റേറ്റ. ഇവർ 3 പേരാണ് ഇത് ബെസ്റ്റായ പ്ലെയേഴ്സ്. പിന്നെ ഇതിൽ സാന വരുന്നത് 106ൻ്റെ. അപ്പം ഇതിൽ കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് ടീം ഓഫ് ദി വീക്ക് കാർഡ്സുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ ടീം ഓഫ് ദി വീക്ക് കാർഡിൽ സെറ്റ് പ്ലെയറിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കളിക്കുക. 200ൻ്റെ എക്സ്ചേഞ്ച് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് 106 മുതലുള്ള പ്ലെയേഴ്സുകൾ, 103 മുതലുള്ള പ്ലെയേഴ്സുകളാണ്. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ 108ന് കിട്ടും. സെലാഹൊക്കെ ഉണ്ട്. ഇതിൽ സെലാഹ് ഉണ്ട്, ഗ്യൂഹി ഉണ്ട്, വിനീഷ്യസ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഒരു സൂപ്പർ എക്സ്ചേഞ്ച് തന്നെ ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് പ്രത്യേകിച്ച് കറക്റ്റ് നോക്കും. പക്ഷേ ലക്ക് ഉണ്ടെങ്കിലാണ് 200 ടോക്കൺ കറങ്ങുമ്പോൾ 103 ഉള്ളൂ, 104ന് 120 ഉള്ളൂ, 105ന് 150 ഉള്ളൂ, 106ന് 150 ഉള്ളൂ. അപ്പം 107 108 കിട്ടിയാലേ ഇതിൽ ലാഭമുള്ളൂ. അപ്പം ഇതൊക്കെ ലക്കണി 107 108 108 കിട്ടിയാലേ ഇത് ലാഭമുള്ളൂ. അതിന് 200 ടോക്കൺ കൊടുക്കുകയാണ്. അഥവാ 103 104 105 കിട്ടിയാൽ പണി, 106 പിന്നെയും കുഴപ്പമില്ല. 104 105 103 കിട്ടിയാൽ അത് വെറുതെ ടോക്കനായി വേണ്ടി പറയേണ്ടി വരും. പക്ഷേ ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ലൊരു പാക്കാണ്. പല ലക്ക് ഉണ്ട്, നല്ലൊരു പാക്കാണ്. പിന്നെ പ്ലെയർ ഓഫ് ദ മന്ത് ഉണ്ട്. പ്ലെയർ ഓഫ് ദ മന്ത് നാളെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വീക്ക് കൂടി മിക്കവാറും ഉണ്ടാവും പ്ലെയർ ഓഫ് ദി വീക്ക്.
ഇത് പ്ലെയർ വീക്ക് ഇനി നാളെ കഴിയുകയാണെങ്കിൽ ഇത് സെറ്റ് പ്ലേയേഴ്സ് ഇപ്പോൾ ഉള്ളത് ഹാളൻഡ് ഉണ്ട് 110 റൈറ്റിങ്ങിൻ്റെ, എംബാപ്പയുണ്ട്, എംബാപ്പൻ്റെ സൂപ്പർ കാർഡ് 110 റൈറ്റിങ്ങിൻ്റെ ലാലിഗ കാർഡ്, ഹാളൻഡിൻ്റെ പ്രീമിയർ ലീഗ് കാർഡ്, കെയ്നുണ്ട് ബുണ്ടസ് ലീഗ കാർഡ് 110ൻ്റെ, പുളിസിക്കുണ്ട് പുളിസിക്ക് സിരിയ കാർഡ്, നമ്മൾ സൂപ്പർ പ്ലെയറായ 108ൻ്റെ താവൂനുണ്ട് ലീഗ് 1 കാർഡാണ്. എന്തുകൊണ്ട് ലീഗ് 1 ആണ് താവീൻ്റെ കൊടുത്ത് മനസ്സിലായില്ല. ഡെമ്പലിൻ്റെ കൊടുക്കാതെ താവീൻ്റെ കൊടുത്ത്, പുളിസിച്ചിൻ്റെ കൊടുത്ത്, പക്ഷേ പുളിസിച്ചിൻ്റെ കൊടുക്കാതെ ഒന്നുകൂടി ബെറ്ററായി തുറാമിനൊക്കെ കൊടുക്കാമായിരുന്നു. പുളിസിച്ചിനായിരുന്നു കൊടുത്തത്. അത് ആ മന്ത് ഒരു കളി അനുസരിച്ചായിരിക്കാം, പക്ഷേ കാരണം തോന്നുന്നില്ല അങ്ങനെ കൊടുത്തതാണെന്ന്. ഓക്കെ, ഒരു കീ മാച്ച് ഇത് വരുന്നുണ്ട്, എൽ ക്ലാസിക് വരുന്നുണ്ട് നമ്മളെ, പിന്നെ സിറ്റി പിന്നെ ആസ്റ്റോൺ വില്ലയും വരുന്നുണ്ട്, ഒളിമ്പിയാക്കോസും പിന്നെ അതൊരു ടീം വരുന്നുണ്ട്, ഫെർഡിയാവും പിന്നെ പി എസ് സിറ്റ് വരുന്നത്. അങ്ങനത്തെ കളികളൊക്കെ ഇതിലുള്ളത്. ഏറ്റവും ബെറ്ററായ കളികൾ എൽ ക്ലാസിക്കോവും ആസ്റ്റോൺ വില്ലയും മാൻ സിറ്റിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ടീം ഓഫ് ദി ഉള്ളത്. ഇത് നാളെ കഴിയാൻ പോകുന്നതാണ്. ഇതിനൊരു ഫ്രീ കൊടുത്തിരുന്നു പ്ലെയറിനാ, ഇതെല്ലാവരും എടുത്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇന്ന് കൊടുത്തല്ലേ ഫ്രീ, ഇത് ഈ പ്ലെയർ മന്ത് തുടങ്ങിയില്ല, അന്ന് മുതൽ കൊടുത്തതാണ്. അതിപ്പം ഇതിനിപ്പോൾ എടുക്കാത്തവർ വാണവർക്ക് എടുക്കാം, ഇത് നിർബന്ധമില്ല. അപ്പം ഇത്രയാണ് സൂപ്പർ സെൻ്റർ നാളെ പോകാൻ പോകുന്നത്. ഇത്രയൊക്കെയാണ്. അപ്പം നമ്മൾ നേരെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ടീം ഓഫ് ദി വീക്ക് നമ്മളൊരു ഐക്കോണിക് ഹീറോയിസും വെച്ചുള്ളൊരു മാച്ച് ഇന്ന് കളിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആ മാച്ച് നമ്മൾ ഐക്കോണിക് ഹീറോയിസുള്ള ടീം ഇപ്പോൾ ഇതാണ്. ഇത് നമുക്ക് ഒന്നുകൂടി കൂട്ടാൻ പറ്റുമോ നോക്കണം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഐക്കോണിക് ഹീറോയിസ് മാത്രമുള്ള ടീം. ഈ ടീം മാച്ച് നമ്മൾ മാച്ച് വെക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ 112 ഓവറുള്ള അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൽ നമ്മൾ ഹെഡ്ഷോട്ട് വളരെ കുറവാണ്. ഈ അക്കൗണ്ടിൽ വളരെ കുറവാണ് ഹെഡ്ഷോട്ട്. ഈ അക്കൗണ്ടിൽ വി എസ് ലാക്കിനാണ് ഇതുള്ളത്. വി എസ് ഒക്കെ ജാമ്യനായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഹെഡ്ഷോട്ട് പ്രോവറ്റേ ഉള്ളൂ, സീസൺ മാറിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 112 ഓവറിലെ ഈ അക്കൗണ്ടിലാണ് നമ്മൾ ഐക്കോണിക് ആൻഡ് ഹീറോയിസ് ഉള്ളൊരു ടീം ഉണ്ടാക്കിയൊരു മാച്ച് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് അയച്ചാന്ന് റീഫ്രഷ് ചെയ്ത് റെഡിയാക്കാം. അപ്പം നമ്മളെ മെയിൻ ടീം 112 ഈ അക്കൗണ്ടിൽ. അപ്പോൾ നമ്മളിത് ഐക്കോണിക് ഹീറോയിസ് ടീം മാത്രം ആക്കുക. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമൊക്കെ പോയിക്കാണ്ട് ഐക്കോണിക് ഹീറോയിസ് മാത്രം അടിക്കുക, സെർച്ച് വെക്കുക. ഇതൊക്കെ നമ്മൾ ഐക്കോണിക് ഹീറോയിസ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ബെക്കാമിനെ വെക്കാം, പാളക്കീനെ മാറ്റി. 106ൻ്റെ ഹസാർഡ് ഉണ്ട് ഇവിടെ, അത് നമുക്ക് മണ്ണ് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു റൈറ്റ് വിങ് ആവശ്യമുണ്ട്. നമുക്ക് സിയാമിൻ്റെ അവിടെ ഒരു വീഡിയോമിനെ കൊണ്ടുവയ്ക്കാം. 102 മൈക്കോനെ വെക്കാം. 102 സിയാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോമിനെ ഇവിടെ വെച്ച് സിയാമിനെ ഇങ്ങോട്ട് വെക്കാം. വെക്കാം, ഈ റൈറ്റ് വെച്ച് വെക്കാം. വിയർ ഉണ്ട്, അതുകൊണ്ട് വിയറേയും റമേഴ്സ് ഉണ്ടാക്കുക. വിയറിനെ നമ്മൾ സബ് എടുക്കാം. വിയറിനെ സബ് എടുക്കാം. വിയറ റാമേഴ്സിന് പറയുന്നുണ്ട്. റാമേഴ്സ് അവിടെ സപ്പോർട്ടാണ്. വിയറ ഇറങ്ങിക്കോട്ടെ. ഡൂഡക്ക് ഗോൾ കീപ്പർ ഡൂഡക്കാണ്. പിന്നെ നമ്മൾ റൊണാൾഡോനെ നമുക്ക് ഡിഫെൻസീവ് ആണ്. ഡിഫെൻസീവ് നമുക്ക് അത്ര വലിയ രീതിയിൽ ഡിഫെൻസ് ഉണ്ട്. പിർലോ ഉണ്ട്. പിർലോ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പിർലോനെ ഇറക്കാം. പിർലോ ഏതാണ് ഐക്കോണിക് പ്ലെയർ ആണ്, ഞാൻ മറന്നു പോയിട്ടാണ്. പിർലോനെ നോക്കിയതാണ് പിർലോ ഐക്കോണിക് പ്ലെയർ. പിർലോ നമുക്ക് വെക്കാം. വിയറേനെ ഘടന വെക്കാം. ബെക്കാം നാസേർക്ക് വെക്കാം. പിർലോനോട് വെക്കാം. ബെക്കാം പിർലോ ഒന്നും കൂടി ബെറ്റർ ഇവിടെ കളിക്കുക, ഈ റൈറ്റിൽ കളിക്കുക. അപ്പോൾ പിർലോനെ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ബെക്കാം ലെഫ്റ്റ് നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ലെഫ്റ്റ് ബാക്കിനൊക്കെ ആവശ്യമുണ്ട്. നമ്മൾ ഡോഗെന്നൊക്കെ വെച്ച് നമുക്ക് ഐക്കോണിക് ടീം വെച്ചിട്ട് മൊത്തം ഫുള്ളാക്കണം. ഗോൾ കീപ്പറെ മാറ്റാം. ഹെൻറിൻ്റെ ഡ്രോഗ് ഉണ്ട്. ഇനിയും ഹെൻറി ഇറക്കുക. റൊണാൾഡോ ഉണ്ട്. മുള്ളറിനെ മാറ്റാം. ഇതാണ് ഇപ്പോൾ നമ്മളെ ഐക്കോണിക് ടീം. ഇവിടെ ഐക്കോണിക് ടീം മൊത്തമായിട്ട് ആയിട്ടില്ല. ഇനി ഇതിപ്പാണ് വേണ്ടത്. ഇതിൽ കുറേ നമ്മളെ പ്ലേയേഴ്സൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുക.
ഇപ്പം ടീം ആയിട്ടില്ല, 108 ഓവറിലായിക്കോണം ടീമാണിത്. നമുക്ക് റാണാനെ നോക്കണം. പിന്നെ നൂനോ മെൻഡസിനെ മാറ്റാണ്ട് അവിടെ റാമറസിനെ നോക്കാം, നൂനോ മെൻഡസിനെ നോക്കാം. അപ്പം ഇതാണിപ്പോൾ നമ്മളെ ഐക്കോണിക് ആൻഡ് ഹീറോയിസ് ടീം. ദി സൂപ്പർ പ്ലെയർ കാർലോസ് പോയൽ ആൻഡ് ക്രസ്പോ, ഫെർണാണ്ടോ ഹെറേറൊക്കെയാണ്. നമ്മളെ ഡൂഡൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ റൈറ്റ് വിങ് മാറ്റാൻ മറന്നു, സോറി റൈറ്റ് വിങ് മാറ്റിയിട്ടില്ല. എല്ലാത്തിൻ്റെ 106 ഓവറേ ഉള്ളൂ മാക്സ് ആയിട്ട് പോകുന്നത്. ഇനി ഇത് പോകുമെന്നൊക്കെ തോന്നുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഡിഫൻഡറിന് ആവശ്യമുണ്ട്. നമുക്കൊരു ഡിഫൻഡറിനെ ആവശ്യമുണ്ട് കേട്ടോ. അതിൽ നമുക്കൊരു ഡിഫൻഡറിനെ കിട്ടുമോ നോക്കാം. മാർക്കെല്ലാം നമ്മുടെ അടുത്ത് പുതിയ കോയിൻ കുറവാണ് ഈ അക്കൗണ്ടിൽ. നമുക്ക് ഡിഫൻഡറിനെ കിട്ടിയാൽ സൂപ്പറായിരിക്കും. ഐക്കോണിക് അത്ര റൈറ്റിങ്ങൊന്നും ആവശ്യമില്ല, നമുക്ക് സൂപ്പർ ഡിഫൻഡർ കിട്ടിയാൽ മതി. അതിൽ മാച്ച് നമുക്കൊരു 100 മുതൽ 105 കൊടുക്കണം. ഏതായാലും അതിൻ്റെ മുകളിലൊക്കെ നല്ല വിലയുണ്ടാകും. നോക്കാം. ഡിഫൻഡേഴ്സ് അടിക്കാൻ വേണ്ടി പൊസിഷൻ അടിച്ചിട്ടില്ല, പൊസിഷനെ നമുക്ക് അടിക്കാണ്ട്. പൊസിഷൻ ഡിഫൻസ് ലെഫ്റ്റ് ബാക്കും റൈറ്റ് വിങ് ബാക്കും മാറ്റാം. ഗോൾ കീപ്പറാണ് നമുക്ക് ലെഫ്റ്റ്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ അടുത്ത്. ഇപ്പോൾ നമുക്കിത് ബെസ്റ്റായി. നമുക്കൊരു ലെഫ്റ്റ് ബാക്കിൽ കിട്ടിയത് ബെസ്റ്റായിരുന്നു. ലെഫ്റ്റ് ബാക്ക് നമുക്ക് റോബർട്ടോ കാർലോസ് ഉണ്ട്. പക്ഷേ റോബർട്ടോ കാർലോസ് നല്ല ഇതുണ്ട്. നമുക്ക് റോബർട്ടോ കാർലോസ് വാങ്ങാം. റോബർട്ടോ കാർലോസിൻ്റെ ഈ വാങ്ങിയേക്കാം. റോബർട്ടോ കാർലോസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യം ഒന്നും കൂടി വേണം. അപ്പോൾ നമുക്ക് റൈറ്റ് ബാക്ക് ഇപ്പോൾ റൈറ്റ് ബാക്ക് എടുക്കാൻ മതി. മൈക്കോൺ 55 ഉണ്ടാക്കാം. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ റോബർട്ടോ കാർലോസിനെ കിട്ടിയിട്ടുണ്ട്. ഈ റോബർട്ടോ കാർലോസിനെ വെച്ച് നമുക്ക് കളിച്ച് നോക്കാം. അപ്പോൾ റോബർട്ടോ കാർലോസ് ഐക്കോണിക് ടീം റെഡിയാവും റോബർട്ടോ കാർലോസിൽ വെക്കുമ്പോൾ. റോബർട്ടോ കാർലോസിനെ നമ്മൾ ലെഫ്റ്റ് ബാക്ക് ഇട്ടാൻ പോകണം. എന്നിട്ട് ഇവിടെ ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. റോബർട്ടോ കാർലോസിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോബർട്ടോ കാർലോസ് വെച്ചപ്പോൾ റോബർട്ടോ കാർലോസ് ഹാങ്ങപ്പ് ചെയ്യണം. ഇതിൻ്റെ രീതിയിൽ വെറുതെ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ റോബർട്ടോ കാർലോസ്. നിൽക്കട്ടെ നമുക്ക്. അപ്പോൾ നമ്മളെ റൈറ്റ് ബാക്ക് ഇവിടെ എത്ര റൈറ്റ് ബാക്ക് വെച്ചാൽ 99 ആകുകയുള്ളൂ. റൈറ്റ് ബാക്ക് മൈക്കോണാണ്. നമുക്ക് റൈറ്റ് ബാക്കിന് ആവശ്യമുണ്ട്. റൈറ്റ് ബാക്കിനുള്ള പോയിൻറ്റ്സ് നമ്മളെടുത്തില്ല, അതാണൊരു കുഴപ്പം. ഇത് പോയിൻറ്റ് കുറവാണ് ഇതില്ല ഈ അക്കൗണ്ടിൽ. നമ്മളാരെയും വിൽക്കാണ്ട് നോക്കുക. കൂടൊക്കെ ഉള്ളൂ. ഏതാണ്ടൊക്കെ 2 കിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാര്യമില്ല. റൈറ്റ് ബാക്ക് അടിച്ച് നോക്കാം. റൈറ്റ് ബാക്ക് നല്ലൊരു വിലയുണ്ട് ചമരെ. 103 ഒരു റൈറ്റ് ബാക്കിന് മൈക്കോൺ 15,000 ഉള്ളൂ. പക്ഷേ കിട്ടുകയാണെങ്കിൽ നമുക്ക് 90 മാത്രമേ ഉള്ളൂ ചമര. അപ്പോൾ നമ്മൾ നേരെ കളിക്കാൻ പോകണം മാച്ച്. ഈ ടീമിനെ വെച്ച് നമ്മൾ ഹെഡ് കളിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഈ 8 പ്രോ ഒക്കെ എഴുതി 8 പ്രോ ആണ്. അപ്പോൾ നമ്മൾ ഈ ടീം വെച്ച് പ്രോ കളിക്കാൻ പോവുകയാണെങ്കിൽ എന്താണെന്ന് എനിക്കറിയാം. കളിക്കാൻ കഴിയുമെന്നറിയില്ല. നമുക്ക് കളിച്ച് നോക്കാം. ആദ്യം നമുക്ക് പ്ലേ അൺറാങ്ക്ഡ് കളിച്ച് നോക്കാം, എന്നിട്ട് മറ്റേത് കളിച്ച് നോക്കാം. ബിക്കോസ് അത് നമുക്ക് വലിയ കളി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പ്ലേ ചിലപ്പോൾ നല്ല ഓവർ റേറ്റേക്കാരും ചിലപ്പോൾ നല്ല ഓവർ കുറവുള്ള റേറ്റേക്കാരും. നമുക്ക് കളിച്ച് നോക്കാം. ഓക്കെ. അവൻ പ്രോ 5 ആണ്. ഏതായാലും നമ്മളതിനായിട്ടില്ല. നമ്മൾക്കിത് അത്ര ടഫായി കളിയല്ലായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഈ ടീമിനെ മാത്രം വെച്ച് കളിക്കാൻ പോകുന്നൊരു വീഡിയോ ആയിരിക്കും. അത് നമ്മൾ പ്രോ ഹെഡ്ടോട് മാത്രം അൺറാങ്കഡ് അല്ലാതെ കളിക്കുന്നത് വലിയ വലിയ പ്ലേയേഴ്സിനായിട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ കളി നോക്കാം. എനിക്കൊരു
എൻ്റെ ഒരു ഇതിൽ എനിക്കൊരു 105 ഓവറൊക്കെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ടീം. ഇതാണ് ടീം. ഓ 104 ഓവറൊക്കെ. ഓ ഇത് പണ്ടത്തെ അക്കൗണ്ടാണ്, ആദ്യമുള്ള അക്കൗണ്ടാണ് ചമര. ഓക്കെ ഓക്കെ. നമുക്ക് കളിച്ചാൽ അത്ര ടഫും തോന്നണില്ല. സുഖത്ത് കളിക്കാൻ കഴിയുന്നുണ്ട്. അതായത് ക്രസ്പോക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു അടി. നമ്മളത്ര പവറിലൊന്നും അടിക്കാൻ നോക്കണില്ല. ഓഹോ ഹോ, സൂപ്പർ ഹെഡർ. അത് കോണായില്ലേ? ഓ അത് അവർ വെറുതെ പുഷ് ചെയ്ത് കാർലോസ് പുയോളിന് കിട്ടിയിട്ടുണ്ട്. ഓ ഏതാ ഷോട്ട് വെച്ചാൽ മതി, പക്ഷേ ഗോളായില്ലേ ഗൈസ്. ഓക്കെ അസാടെ ഇത് അവരും നമ്മളെ പോലെ ഓവർ കുറച്ച് കളിക്കാണ് അവർ. അല്ലെങ്കിൽ അവർ സ്വന്തം ടീമാണോ അറിയില്ല. അതിലിപ്പോൾ റോബോട്ടോ കാർലോസ്. ഓക്കെ, റോബോട്ടോ കാർലോസ് നല്ല രീതിയാണ് ഹാൻഡിൽ ചെയ്തത്. സ്കോറട്ടസ് കളിച്ചാൽ കുറച്ച് ടഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ നല്ല കളിക്കുന്നുണ്ട് രീതിയിൽ. പക്ഷേ അറ്റാക്കിങ് നമുക്ക് തന്നെയായിരുന്നു. ഡിഫൻസ് കുറച്ചൊക്കെ ഡിഫെൻഡ് ചെയ്ത് കളിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അറിയാം. ഓഹോ, നമ്മളെ ഗോൾ കീപ്പർ മൈക്കോൺ അവിടെ ആ ത്രൂ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ഹെൻറി ഉള്ളിൽ ഹെൻറി വേഗോ. ഓക്കെ, അവിടെ എന്താ കളിക്കാൻ കാണില്ല. കയറ്റി പോകും. ആ നമ്മക്ക് കിട്ടുന്ന പന്ത്. കാർലോസ് പുയോൾ. ഓ അപ്പോൾ ഗൈസ് അവരടിച്ചിട്ടുണ്ട് ഫസ്റ്റിൽ തന്നെ. അപ്പം നമ്മൾ ഫസ്റ്റിന് അവരടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അടിക്കാം, കംബാക്ക് നടത്താം. നമ്മൾ കംബാക്ക് ആണ് നമ്മൾ കംബാക്ക് വെച്ചാൽ മതി. ഫുൾ കംബാക്ക് എന്നുള്ള മെയിൻ്റെ കളിച്ച് കഴിഞ്ഞ് ബെല്ലിങ്ങാം അടിച്ചില്ലേ. അപ്പോൾ നമുക്കിനി കംബാക്ക്. ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ഫസ്റ്റ് ഹാഫിൽ. ഒന്നും ചെയ്യാൻ കഴിയില്ല ഫസ്റ്റ് ഹാഫിൽ. അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഹാഫായിരുന്നു ഇത്. ഓ അവർക്ക് എത്ര വട്ടമാണ് ഈ പന്ത് കിട്ടുന്നത് നോക്കി. റോബർട്ടോ കാർലോസ്, ക്രസ്പോ, ഹെൻറി, സ്കോർട്ടസ്. സ്കോർട്ടസ് കുറച്ച് ഇതിലാണ് കളിച്ചിരുന്നു. സാരമില്ല, കളിക്കാം. നമുക്ക് വിജയിക്കാൻ വിചാരിച്ചാൽ ലതി കളിച്ച് അവിടെ ചെറുതായിട്ട് സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു സൂപ്പറായി ഫസ്റ്റ് ഗോൾ അടിച്ച്. നമുക്ക് ഇനി അടിക്കാനുള്ള സെക്കൻഡ് ഹാഫ് ഒന്നും കൂടി പവറായിട്ടോ ഫസ്റ്റ് ഹാഫിനെ കാട്ടി. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയൊന്നും ചെയ്യാൻ അവർ കളിച്ചിട്ടില്ലായിരുന്നു. ആ പാസ് വേണ്ടായിരുന്നു. അവിടെ എന്താണ്ടായി? അവർക്കാ പോലെ നമുക്ക് അവർക്കാണ്, അല്ലല്ല അമ്മക്കാണ്. ഓ അത് ബുദ്ധിക്കിട്ട് കളിച്ചിട്ട് വെക്കാം. സ്കോട്ടാസ് നമ്മൾ അടിച്ചു വെച്ചാൽ പോലെ കളി സമനിലായി. സൂപ്പറായിരുന്നു സ്കോട്ട്. ആ ടഗ് ഗോൾ ബ്രോ, സൂപ്പർ ഗോൾ. നമ്മൾ കംബാക്ക് അടിക്കാനായിട്ടുണ്ട്. അപ്പോൾ കളി കഴിയാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ. നമ്മുടെ അടുത്താണ് പന്ത്. സ്കോട്ടസിൻ്റെ ഒരു സൂപ്പർ ഗോളാണ്. അപ്പോൾ നമ്മൾ കളി സമയം പിടിച്ചു. ഓക്കെ, കഫോടെ എന്താ ചെയ്യാൻ നോക്കി അവരിതിൽ. അസാഡ്. ഓഹോ, ടഫായൊരു ഇതാണ് അസാഡിന് അവർ കൊടുത്ത്. ടഫായ ചലഞ്ചാണ്. ഏതായാലും നമ്മൾ ഫസ്റ്റ് കളി ഈ ടീം വെച്ച് കളിച്ചപ്പോൾ കളി 1-1 സമനിലയിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത കളി അടുത്ത വീഡിയോയിലായിട്ട് വരാം.
അത് നമ്മൾ ഈ ടീം വെച്ച് മാത്രം കളിക്കുന്ന വീഡിയോ. ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി.